ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങളൊരു വെഡ്ഡിങ് റിസപ്ഷന് പോവുകയാണ്. നമ്മുടെ ഒരു നെയ്ബറിൻ്റെ ആയിരുന്നു. റിസപ്ഷൻ നടക്കുന്നത് സിയാൽ ഗോൾഫ് ക്ലബ്ബിൽ വെച്ചിട്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 7 മണി കഴിഞ്ഞു. നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ടൈം ആകുമ്പോൾ ഓൾറെഡി എയർപോർട്ടിൻ്റെ അവിടെ എപ്പോഴും ബ്ലോക്കാണ്. ഞാൻ, മിഥുവേട്ടൻ്റെ അമ്മ, ധ്രുപദ്, പിന്നെ ഞങ്ങളുടെ കസിൻസ് എല്ലാവരും കൂടിയായിരുന്നു പോയിരുന്നത്. ബ്രൈഡിൻ്റെ പേര് വിഷ്ണുപ്രിയ എന്നും ഗ്രൂമിൻ്റെ പേര് അജയ് എന്നുമാണ്. അജയാണ് ഞങ്ങളുടെ നെയ്ബർ. അപ്പോൾ ആദ്യം അവർക്കൊരു കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞ് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഗോൾഫ് ക്ലബ്ബിലെത്തി. ഞങ്ങളിവിടെ എത്തിയത് കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. അപ്പോൾ തന്നെ ആയിരുന്നു കേക്ക് കട്ടിങ്. പക്ഷെ ഞങ്ങൾക്കത് കാണാൻ പറ്റിയില്ല. കാറ് പാർക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും ലേറ്റായിപ്പോയി. റോബിൻ രാധാകൃഷ്ണൻ്റെ വെഡ്ഡിങ് റിസപ്ഷൻ ഇവൻറ്റ് ചെയ്ത ടീമായിരുന്നു ഇവരുടെയും ഡെക്കറേഷൻ ചെയ്തത്. അവിടുന്ന് ഞങ്ങൾ നേരെ വെൽക്കം ഡ്രിങ്കിൻ്റെ സെക്ഷനിലോട്ടായിരുന്നു ചെന്നത്. എല്ലാ ഫ്ലേവറും ഉണ്ടായിരുന്നു. ധ്രുപദിന് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് എടുത്തു കൊടുത്തിട്ട് ഒരു കസേരയെ കൊണ്ടുവരുത്തി. ചേട്ടന്മാരുള്ളതുകൊണ്ട് അവൻ ഓക്കെ ആയിരുന്നു. ആരും തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് നോക്കരുത്, എല്ലാവരും ആ ഒരു ഡയറക്ഷനിലേക്ക് തന്നെ നോക്കി നിൽക്കാം. ഓക്കെ, തിരിഞ്ഞ് നോക്കരുത്. ഇവിടെ ഇങ്ങനെ തട്ടി പിടിക്കും, അന്നേരം മാത്രം തിരിഞ്ഞു. ഡെക്കറേഷൻസ് ഒരു രക്ഷയില്ലായിരുന്നു. എനിക്ക് നമ്മുടെ ദിയാകൃഷ്ണയുടെയൊക്കെ വെഡ്ഡിങ്ങിൻ്റെ വീഡിയോസിൻ്റെ അതൊക്കെ കാണുന്നില്ലേ, ആ ഒരു എഫക്റ്റായിരുന്നു ടോട്ടൽ. പിന്നെ ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു. നമുക്ക് ഫുഡാണല്ലോ മെയിൻ. പിന്നെ എന്താ ഒരു പ്രശ്നം എന്ന് വിചാരിച്ചാൽ ഇതിൽ പല ഐറ്റംസും ഞാൻ കഴിക്കുന്നതല്ലായിരുന്നു. എനിക്കതൊരു നഷ്ടമായി തോന്നി. പിന്നെ കിട്ടിയ ഗ്യാപ്പിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. തുടക്കമൊക്കെ ആയതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് ഫോൺ പിടിക്കാൻ പോലും അറിയില്ല. പിന്നെ ഫുഡിനെ പറ്റി സംസാരിക്കാം. ഈ പൊറോട്ട എനിക്കല്ല കേട്ടോ, ദുദു എന്തെങ്കിലും കഴിക്കുമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ മേടിച്ചതാണ്. പക്ഷെ അവൻ കഴിച്ചില്ല. ഇത് ചിക്കനായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ഐറ്റംസ് ഉണ്ട്, അതൊന്നും ഞാൻ കഴിക്കുന്നതല്ലായിരുന്നു. സീ ഫുഡിൻ്റെ ഡിഷസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ബട്ട് അതൊന്നും ഞാൻ കഴിക്കാറില്ലായിരുന്നു. പിന്നെ പോർക്കുണ്ടായിരുന്നു, അതും എനിക്ക് പറ്റില്ലായിരുന്നു. പിന്നെ കപ്പയും മീൻകറിയും. എൻ്റെ വീട് പത്തനംതിട്ടയിലാണ്. ഞങ്ങളുടെ ഇടയ്ക്ക് ചുമന്ന മീൻകറിയോടെ കുറച്ചുകൂടി ക്രേസ്. പക്ഷെ ഞാൻ കല്യാണം കഴിച്ചു വന്നത് എറണാകുളം ആയതുകൊണ്ട് ഇവിടെ എപ്പോഴും തേങ്ങാപ്പാലിൻ്റെ കറികളാണ്. ഇവിടുത്തെ അമ്മ എപ്പോഴും പറയും, ചുമന്ന മീൻകറി ഉണ്ടെങ്കിൽ ദേവന് ചോറിനാനൊരു പാടുമില്ല. കുറേ വെറൈറ്റി സാലഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ ദുദുവിനെ ഞങ്ങളിവിടെ കൊണ്ടുവന്നത് തന്നെ എയർപോർട്ടിനടുത്തുകൊണ്ട് ഇഷ്ടംപോലെ പ്ലെയിൻ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് കറക്റ്റ് 2 എണ്ണം അവന് കാണിച്ചു കൊടുക്കാൻ പറ്റി. പിന്നെ ഐസ്ക്രീം കൊതിൻ്റെ കാര്യം പറയണ്ടല്ലോ. കുനാഫ ഞാൻ ആദ്യമായിട്ടാണോ ട്രൈ ചെയ്തത്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഇവൻ്റെ ഈ എക്സ്പ്രഷൻ നോക്കി, നല്ല രസമില്ലേ? ഇത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങി. അപ്പം തന്നെ ഞങ്ങൾ സ്കൂട്ടായി. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.